ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 9 ജിയുയും ഹാരിയും ഒടുവിൽ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷമുള്ള മനോഹരമായ നിമിഷങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. കടൽ തീരത്തെ പിയറിലിരുന്ന് ജിയുയി ഹാരിക്കായി ലളിതമായ ഒരു ഭക്ഷണം തയ്യാറാക്കുന്നു. ആ ചെറിയ കരുതൽ പോലും ഹാരിയെ വികാരഭരിതയാക്കുന്നു. ഇത്രയും നാൾ അവനെ അകറ്റി നിർത്തിയതിനായി അവൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. ഇരുവരും ഒരുമിച്ചിരുന്ന് സമാധാനപൂർണമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്നതിനിടെ തങ്ങൾ ഇരിക്കുന്ന ബെഞ്ചിൽ വൈറ്റ് പെയിന്റ് എന്ന മുന്നറിയിപ്പ് എഴുതിയിരിക്കുന്നത് അവർ ശ്രദ്ധിക്കാതെ പോകുന്നു. പിന്നീട് പബ്ലിക് ഹെൽത്ത് സെന്ററിൽ എത്തിയപ്പോഴാണ് അവരുടെ വസ്ത്രങ്ങളിൽ പെയിന്റ് പറ്റിയതായി മനസ്സിലാകുന്നത്. ഇരുവരുടെയും പ്രണയം പൂത്തുലയുന്നതിന്റെ തെളിവുകൾ കണ്ട ചിയയോൺ നിശബ്ദമായി അവിടെ നിന്ന് മാറി നിൽക്കുന്നു. പക്ഷേ അന്ന് രാത്രി ജിയുയും ഹാരിക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. ഹാരിയുടെ മുറിയിലേക്ക് ഒളിച്ചു കയറാൻ ശ്രമിക്കുന്ന ജിയുയെ ജൂ ചിയോൺ കൈയോടെ പിടികൂടുന്നു. പക്ഷെ അവനെ കളിയാക്കുന്നതിനു പകരം ഒരു ബിയർ കുടിക്കാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവൻ. അവിടെ ജൂ ചിയോൺ നഴ്സ് ഓമിനോടുള്ള തന്റെ വികാരങ്ങളെ കുറിച്ച് തുറന്നു സംസാരിക്കുന്നു. അതിന് മറുപടിയായി പ്രണയത്തിലായാൽ എല്ലാവരും അല്പം വിചിത്രമായി പെരുമാറുമെന്നാണ് ജിയുയി തമാശയായി പറയുന്നത്. ഒരു കാലത്ത് ഹാരി തന്നെ അകറ്റി നിർത്തിയിട്ടും അവളുടെ പിന്നാലെ നടന്ന ജിയുയെ ഓർത്ത് ജൂ ചിയോണും അത് സമ്മതിക്കുന്നു. പിറ്റേന്ന് രാവിലെ ഹെലിപാഡ് ഉദ്ഘാടന ചടങ്ങിലുണ്ടായ സംഭവങ്ങളെ ചൊല്ലി ഇപ്പോഴും ദേഷ്യത്തിലായ ബ്യോങ് ചോൾ ക്ലിനിക്കിലെത്തി വലിയ ബഹളം വെക്കുന്നു. ഉറക്കെ വിളിച്ചു കൂവുന്നതിനിടെ അബദ്ധത്തിൽ അവന്റെ താടിയില് സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോകുന്നു. ജിയുയി ശാന്തമായി അത് ശരിയാക്കി ബാൻഡേജ് കെട്ടി കുറച്ചുനേരം വായ തുറക്കരുതെന്ന് തമാശയോടെ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ അതിനിടെ ഹെലിപാഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് ഗവർണർ ബ്യോങ് ചോളിനെ പ്യോങ്ഡോങ് ദ്വീപിലെ നിർമ്മാണ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന വാർത്തയും എല്ലാവരും അറിയുന്നു. അതിനിടയിൽ മറ്റൊരു അടിയന്തര സന്ദേശം എത്തുന്നു. സമീപത്തെ ജിനിയോൺ ദ്വീപിലെ നിരവധി വയോധിക സ്ത്രീകൾക്ക് പനി ബാധിച്ചതിനാൽ ജിയുയും ഹാരിയും പിറ്റേന്ന് അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഫെറി യാത്രക്കിടെ വെള്ളത്തെ ഭയപ്പെടുന്ന ജിയുയ്ക്ക് ആശ്വാസമാകാൻ ഹാരി ചില സാധനങ്ങൾ കരുതി വെക്കുന്നു. എന്നാൽ അവൻ അവ ഒന്നും സ്വീകരിക്കാതെ അവളുടെ തോളിൽ തല ചായ്ച്ച് സുഖമായി ഉറങ്ങിപ്പോകുന്നു. ഇപ്പോൾ അവന് ഏറ്റവും വലിയ ആശ്വാസം ഹാരിയാണെന്ന് അത് വ്യക്തമാണ്. പ്യോങ്ഡോങ് ദ്വീപിൽ നഴ്സ് ഓമിന്റെ വീട്ടിൽ താമസിക്കുന്ന അപരിചിതനെ കുറിച്ചുള്ള സംശയത്തിൽ നിന്ന് ജൂ ചിയോണ് ഇപ്പോഴും മോചനം ലഭിച്ചിട്ടില്ല. കടുത്ത നടുവേദനയുമായി ക്ലിനിക്കിലെത്തിയ ആ യുവാവ് തന്റെ പേര് കിം ജിയുങ് എന്ന് പരിചയപ്പെടുത്തുന്നു. എന്നാൽ അവരുടെ സംഭാഷണങ്ങൾ ജൂ ചിയോണിന്റെ സംശയം കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. ജിയുങ്ങും നഴ്സ് ഓമും പ്രണയത്തിലാണെന്ന് ഉറപ്പിച്ച അവൻ ഇരുവരോടും തണുത്ത രീതിയിൽ പെരുമാറുകയും അറിയാതെ നഴ്സ് ഓമിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അതേസമയം ജിയുയും ഹാരിയും ജിനിയോൺ ദ്വീപിലെത്തി പനി ബാധിച്ച ഒരു വയോധികയെ പരിശോധിക്കുന്നു. പരിശോധനയ്ക്കിടെ അവളുടെ കയ്യിൽ അസാധാരണമായ സൂചി കുത്തിയതിന്റെ പാടുകൾ അവർ കണ്ടെത്തുന്നു. ഏതാനും ദിവസം മുമ്പ് മെയിൻലാൻഡിൽ നിന്ന് പോഷക സപ്ലിമെന്റ് IV എടുത്തതാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും ഹാരി പുതിയ IV നൽകുമ്പോൾ പനി കുറയുന്നില്ലെങ്കിൽ ആശുപത്രിയിൽ പോകണമെന്ന് ജിയുയി ഉപദേശിക്കുന്നു. പുറത്തിറങ്ങിയ ശേഷം ഇരുവരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. വെള്ളത്തെ ഭയപ്പെടുന്ന കാര്യം ഹാരി ഇതുവരെ ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ജിയുയി ചോദിക്കുന്നു. അതിന് ഹാരി പറയുന്നത് വളരെ മനോഹരമായ മറുപടിയാണ്. അവൻ തയ്യാറാകുന്ന ദിവസം അതെല്ലാം സ്വയം പറയുമെന്ന് വിശ്വസിക്കുന്നതിനാലാണ് ചോദിക്കാത്തതെന്ന് അവൾ പറയുന്നു. യഥാർത്ഥ വിശ്വാസത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും ഉടൻ ഉത്തരങ്ങൾ വേണ്ടെന്ന സന്ദേശമാണ് അത് നൽകുന്നത്. അതിനിടെ ഗ്രാമമുഖ്യൻ എത്തി ശക്തമായ കാറ്റിനെ തുടർന്ന് 2 ദിവസത്തേക്ക് ഫെറി സർവീസ് നിർത്തിവെച്ചതായി അറിയിക്കുന്നു. ജിയുയും ഹാരിയും കൂടുതൽ സമയം ഒരുമിച്ച് ചിലവഴിക്കാമെന്ന സന്തോഷത്തിലായിരിക്കുമ്പോൾ അകലെ നിന്ന് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദുരൂഹയായ സ്ത്രീ ആശങ്കാകുലയാകുന്നു. പ്യോങ്ഡോങ്ങിൽ ജൂ ചിയോണിന്റെ തെറ്റിദ്ധാരണ ഒടുവിൽ അവസാനിക്കുന്നു. കിം ജിയോങ്ങിന്റെ മുഖത്ത് ഭാഗികമായ തളർച്ച ശ്രദ്ധിച്ച അവൻ ചികിത്സ നൽകി മെയിൻലാൻഡിലെ ആശുപത്രിയിൽ പോകാൻ നിർദ്ദേശിക്കുന്നു. അല്പസമയത്തിനു ശേഷം ജിയോങ് അമ്മയുടെ ഫോൺ സ്വീകരിച്ച് നഴ്സ് ഓമിനെ ചേച്ചി എന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് ഇരുവരും വ്യത്യസ്ത അച്ഛന്മാരുള്ള സഹോദരങ്ങളാണെന്ന സത്യം വെളിപ്പെടുന്നത്. ഇത്രയും നാൾ തെറ്റിദ്ധരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കിയ ജൂ ചിയോൺ നാണക്കേടിൽ മുങ്ങിപ്പോകുന്നു. രാത്രിയായപ്പോൾ ജിയുയ്ക്കും ഹാരിക്കും താമസിക്കാൻ 2 വ്യത്യസ്ത മുറികൾ ഒരുക്കുന്നു. നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് ഹാരി ജിയുയെ കളിയാക്കുകയാണ്. എന്നാൽ അവൻ ശാന്തമായി അവളുടെ മുറിയിലേക്കെത്തി അവളെ അത്ഭുതപ്പെടുത്തുന്നു. അവരുടെ മധുര നിമിഷങ്ങൾ അധികനേരം നീണ്ടു നിൽക്കുന്നില്ല. നിരവധി വയോധിക സ്ത്രീകളുടെ ആരോഗ്യനില ഗുരുതരമായെന്നറിയിച്ച് ഗ്രാമമുഖ്യൻ ഓടിയെത്തുകയാണ്. രോഗികളെ പരിശോധിച്ചപ്പോൾ എല്ലാവരുടെയും കൈകളിൽ ഒരേപോലെയുള്ള സൂചിക്കുത്തിന്റെ പാടുകൾ അവർ കണ്ടെത്തുന്നു. അപ്പോഴാണ് യഥാർത്ഥ സത്യം പുറത്തുവരുന്നത്. മുൻ നഴ്സായ മിസ് വാങ് കാലാവധി കഴിഞ്ഞ പോഷക സപ്ലിമെന്റ് IV രഹസ്യമായി ഉപയോഗിച്ചിരുന്നതാണ് അതിന് കാരണം.
ഗ്രാമവാസികളെ സഹായിക്കാനായിരുന്നു അവളുടെ ഉദ്ദേശമെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ IV നൽകുന്നത് നിയമവിരുദ്ധവും അതീവ അപകടകരവുമാണെന്ന് ജിയോയി വ്യക്തമാക്കുന്നു. മിസ് വാങ്ങിനെ റിപ്പോർട്ട് ചെയ്യരുതെന്ന് ഗ്രാമമുഖ്യൻ അപേക്ഷിക്കുന്നു. ദ്വീപിൽ അടിയന്തര സഹായം നൽകാൻ മറ്റാരുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ അവസ്ഥയുടെ ഗൗരവം മനസ്സിലാക്കിയ ഹാരി പബ്ലിക് ഹെൽത്ത് സെന്ററിനെ വിവരം അറിയിക്കുന്നു. ഉടൻ തന്നെ ചിയയോൺ പുതിയ ആന്റിബയോട്ടിക്കുകളുമായി എത്തി സംഭവത്തെ മറച്ചുവെക്കാൻ പാടില്ലെന്ന് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു. രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകിയതിനു ശേഷം മിസ് വാങ്ങിനെ റിപ്പോർട്ട് ചെയ്തതിൽ പ്രകോപിതനായ ഗ്രാമമുഖ്യൻ ജിയുയിയോട് ദേഷ്യപ്പെടുന്നു. ആ സംഭവം ജിയുയിക്ക് തന്റെ അടുത്ത സുഹൃത്തായ സിയോനുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വേദനാജനകമായ ഓർമ്മകൾ വീണ്ടും മനസ്സിലേക്ക് എത്തിക്കുകയാണ്. ഒടുവിൽ മിസ് വാങ്ങിനെ റിപ്പോർട്ട് ചെയ്തത് താനാണെന്ന് ചിയയോൺ സമ്മതിക്കുകയും അതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ലിനിക്കിൽ മറ്റൊരു വൈകാരിക കഥയ്ക്ക് മനോഹരമായ സമാപനം ലഭിക്കുന്നു. നഴ്സ് ഓമിനെ തെറ്റിദ്ധരിച്ചതിന് ജൂ ചിയോൺ കണ്ണീരോടെ അവളോട് മാപ്പ് പറയുകയാണ്. ഒടുവിൽ അവൾ മനസ്സലിഞ്ഞ് അവനെ ക്ഷമിക്കുന്നു. അവന്റെ മെഡിക്കൽ യൂണിഫോമിലെ കീറിയ ഭാഗം ചെറിയ ഹൃദയത്തിന്റെ എംബ്രോയിഡറി വർക്കോടെ തുന്നിച്ചേർത്തത് അവൾ ഇതിനകം തന്നെ അവനെ മനസ്സിൽ ക്ഷമിച്ചിരിക്കുന്നു എന്നതിന് തെളിവാകുന്നു. എപ്പിസോഡിന്റെ അവസാന ഭാഗം ഏറ്റവും ഹൃദയസ്പർശിയാണ്. സുഹൃത്ത് സിയോനുവിന്റെ മരണത്തിന്റെ ഓർമ്മകളിൽ തകർന്ന ജിയുയി ഒറ്റയ്ക്ക് കടൽ തീരത്തെ പിയറിലിരിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിയോനുവിനെ രക്ഷിക്കാൻ നടത്തിയ അവസാന ശ്രമങ്ങളുടെ ഓർമ്മകൾ അവന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. സിയോനുവിന്റെ മരണശേഷം തങ്ങൾ സന്തോഷത്തിന് അർഹരല്ലെന്ന് കരുതി ഹ്വായോങ് ജിയോയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരുന്നുവെന്നും ഫ്ലാഷ് ബാക്കിലൂടെ വെളിപ്പെടുന്നു. ഒടുവിൽ ഹാരി ജിയോയെ കണ്ടെത്തി അവന്റെ അടുത്തിരിക്കുകയാണ്. തന്റെ വേദന ഒറ്റയ്ക്ക് സഹിക്കേണ്ട ആവശ്യമില്ലെന്നും ഇനി മുതൽ എല്ലാ കഷ്ടപ്പാടുകളിലും അവന്റെ കൂടെ ഉണ്ടാകുമെന്നും അവൾ ഉറപ്പു നൽകുകയാണ്. ഇതുവരെ ഫെറി യാത്രകളിൽ ജിയോയ്ക്ക് താങ്ങായിരുന്ന ഹാരിയുടെ ഓർമ്മകൾ സ്ക്രീനിലൂടെ കടന്നു പോകുമ്പോൾ അസ്തമയ സൂര്യന്റെ മനോഹരമായ പശ്ചാത്തലത്തിൽ ഇരുവരും പരസ്പരം ചേർത്ത് പിടിക്കുന്നു. ഹൃദയസ്പർശിയായ ആ രംഗത്തോടെയാണ് ഡോക്ടർ ഓൺ ദ എഡ്ജ് എപ്പിസോഡ് 9 അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.